അണ്ണാ നിങ്ങളെ ഭാര്യ അത് എന്റെ ഭാര്യ തന്നെ. ബാക്ക് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തിരിച്ചറിഞ്ഞ്? എനിക്ക് അവളെ ഏത് വാങ്ങിയാലും തിരിച്ചറിയാൻ പറ്റും. ഇതെന്റെ ഭാര്യ തന്നെ. ചെന്ന് സംസാരിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാമോ? ഭയങ്കര ഇംഗ്ലീഷാണ്. നോ പ്ലേസ് ആണത്. മോഡലായ നീ ഒരാഴ്ച വീട്ടിൽ മാറി നിന്നപ്പം വീട്ടിൽ പോകാൻ. താനേതാ? നിന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാ? വീട്ടിൽ പോകാൻ. താനേതാണോ? എന്നെ ഇത് ചേച്ചിയുടെ ഭർത്താവ്. ചേച്ചിയുടെ പേര് സന്ധ്യ. ചേച്ചിക്ക് 32 വയസ്സായി. പ്ലാറ്റ് ബുക്കിലാണ് ചേച്ചിയുടെ വീട്. ഇയാളുടെ ഭാര്യയല്ല, എന്റെ ഭാര്യയാണത്. അല്ല താത്തിയുടെ ഒരുമാതിരി ചേച്ചിയുടെ ഭർത്താവാണ്. ചുമ്മാ അലമ്പ് അല്ലാന്ന്. വീട്ടിൽ പോകാൻ കൊണ്ട് എന്റെ ഭർത്താവല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് എന്റെ ഭർത്താവല്ല ഇയാള്. മക്കള് വീട്ടിൽ വെക്കണ്ട്. വാടി വീട്ടിൽ പോകാൻ കൊണ്ട്. ഞാൻ വരില്ല, എന്റെ ഭർത്താവല്ല. ഞാൻ വരില്ല. കൊണ്ട് വീട്ടിൽ പോകാൻ. ഇയാളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവരല്ലേ പ്രശ്നം ഉണ്ടാക്കി? തനിക്ക് രണ്ടെണ്ണം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ. ഇവൻ തന്റെ ഭാര്യ കയറി പിടിച്ചാ? പിന്നെ ഇത് വേറെ സെറ്റപ്പാണ്. വേറെ എന്താ സെറ്റപ്പ്? അപ്പൊ താനും സെറ്റപ്പിൽ കൊള്ളതാ. അതല്ല, എന്റെ ഭാര്യയെ കാണാനില്ല. നോക്ക്, എന്റെ ഭാര്യ നിൽക്കണത് എന്താ? ഞാനല്ല. അവളല്ലെന്നാണ് പറയണത്. അതാണ് ഞാൻ എവിടെയോ കണ്ടതുപോലെ. വീട്ടിൽ പോകുമ്പോ ഞാനല്ല. വീട്ടിൽ പോകുമ്പോ വരില്ല. ചേച്ചി പോയി. ചേച്ചിയുടെ ഭർത്താവല്ലേ വിളിക്കുന്നത്? എന്റെ ഭർത്താവല്ല. എന്റെ ഭർത്താവല്ലാന്ന്. ഇതോ എടോ തന്റെ ഭാര്യയല്ലേ ഇത്? എന്റെ ഭാര്യ. അവള് ചുമ്മാ കള്ളത്തരം പറയണ ഭാര്യയല്ല. ഓ ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നിങ്ങൾ പരിഹരിക്കും. ഇപ്പൊ കൂടെ പോ. ഇല്ല, ഞാൻ പോവില്ല. ഒരു സംഭവം ചോദിച്ചോട്ടാ. നിങ്ങളെ ഭാര്യയാണ് നിങ്ങൾ ഉറപ്പിച്ചു പറയാം? എന്റെ ഭാര്യയാണിത്. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളെ ഭാര്യയാണ് നിങ്ങൾ പറയാനായിട്ട്? എന്തെങ്കിലും തെളിവ്? ഫോട്ടോ ഓക്കെ, ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് അറിയാം. എന്നാൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതും ശരിയാണ്. കാര്യം അവര് പറയല്ലേ നിങ്ങളുടെ ഭാര്യ അല്ലാന്ന്. തെളിവെന്ന് വെച്ചാ മറുക അങ്ങനെ എന്തെങ്കിലും മതിയാ? മതി. അവൾക്കൊരു മറുകുണ്ട്. അപ്പൊ ആ മറുക ഒന്ന് കാണിച്ചു. എവിടെയാ പറ. ഇവിടെയാണ് മറുക്. ഈ ഭാഗത്ത് ഞാൻ നോക്കാന്ന്. നിങ്ങളെ ഭാര്യയാണെന്ന് ചുമ്മാ ഒരു മാതിരി. നിങ്ങൾ ഒരു ലേഡിയല്ലേ? നിങ്ങൾ നോക്ക്. അത് ശരിയാണ്. നിങ്ങൾ വിഷയമല്ലേ ഉള്ളൂ. ഞാൻ നോക്കിയാ മതി. ഇവിടെ ഒരു മറുകുണ്ട്. ഞാൻ നോക്കിയാ മതി. ശരി ചേച്ചി വാ. പ്രശ്നം ഇപ്പൊ ആള് അത് പറഞ്ഞ പ്രശ്നം തീർന്നു. ചുമ്മാ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു മറുക്. കണ്ടു കണ്ടു കടല് കണ്ടു എത്ര നാളായി. ഒത്തിരി നാളായി, ഒത്തിരി നാളായി. മറുക് കണ്ട ചെറിയ മറുകാണ്. കണ്ടില്ല. വെറുതെ കണ്ടു പഠിച്ചു. മറു കണ്ടിട്ടില്ല. ചെറുതല്ലേ? ഞാൻ ചോദിക്കട്ടാ മറുക് കണ്ട സംസാരശേഷി പോയത് എന്താണ്? എന്തെങ്കിലും പറയാ. കണ്ടില്ല. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. കണ്ട് പേടിച്ചേട്ടാ ഇത്. നീ എന്തെങ്കിലും പറഞ്ഞാടി. എന്തെങ്കിലും പറഞ്ഞ നീ എന്റെ അമ്മ അവിടെ അമ്മ കേട്ടോ. ഞാൻ ആരുണ്ട് ഇപ്പൊ നിന്ന്? ഒരു കുടുംബം ഒത്തുചേരുന്ന ഒരു സംഭവം. ഒന്ന് വരും പ്ലീസ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. അതായത് ഇതെന്റെ ഭാര്യയാണ്. ഇവളെന്നെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഭാര്യയല്ലെന്നാണ് പറയണത്. ഇവിടെ തന്റെ ഈ ഭാഗത്തൊരു മറുകുണ്ട്. സഹോദരി ഒന്ന് നോക്കിട്ട് വാ. നിങ്ങൾ സ്ത്രീകളാകുമ്പോ കുഴപ്പമില്ല. നോക്കിട്ട് വാ. ഇവിടെ മറുകുണ്ട്. ചെറിയ വിഷയങ്ങൾ അവിടെ ചെന്ന് മറു കാണുന്നു. എന്റെ ഭാര്യയാണെന്ന് കൺഫേം ചെയ്യുന്നു. ഞാൻ അവളെ കൊണ്ട് വീട്ടിൽ പോകുന്നു. കണ്ടോ കണ്ടോ കാക്കക്കുയിലേ പട്ടുടുത്ത പാവക്കുഞ്ഞ് കാറ്റുമൂളും ചൂളം കേട്ടാൽ മാറിലൊട്ടും മൈന കുഞ്ഞ് പെയ്യാമഴക്കാട് കാട്ടിൽ പൂവാലി പോൽ മേയും മഞ്ഞ്. സഹോദരി മറു കണ്ട ചെറിയ മറുക്. അത് മറുകല്ലേ? ഇത് എല്ലാത്തിന്റെ റിലേഷൻ ചെറിയ മറുകല്ലായിരുന്നു. വന്നവരെല്ലാം പറഞ്ഞ് പേടിപ്പിക്കണം. പേടിക്കാൻ ഒന്നുമില്ല. ടെൻഷൻ അടിക്കണ്ട. ഇവൾ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചാണ്. സഹോദരി ഞാൻ വരാം. ഞാനേ ഇത് എന്തിനാണ് നിങ്ങൾ എന്നെ ആദ്യം വിളിച്ചാ പോരായിരുന്നോ? എനിക്ക് ഇതൊക്കെ എളുപ്പമല്ലേ. ഞാൻ എത്ര മറുക് കണ്ടതാണ്. നിങ്ങൾ എവിടെ നിൽക്കേ? ചേച്ചിങ്ങ വന്നാണ്. ഒരു മറുകിന്റെ കാര്യമുള്ളൂ. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഒന്നുമില്ല സംഭവം അവിടെ ചെല്ലുന്നു മറു കാണുന്നു എന്റെ ഭാര്യ തിരിച്ചു വരുന്നു പറയാത്ത കണ്ടു കണ്ടു കൊതി കണ്ടു മറു കാണിച്ചു വന്നാ കണ്ടാ ഇങ്ങനെ ഒരെണ്ണം ഇവിടെ വേറെന്തോ വരട്ടേനട്ടോ അവിടെ ഇട്ട് തല ഇറങ്ങണി അവിടെ ഇരി ചേച്ചി സഹോദരി അവിടെ ഇരി എല്ലാവരും വിളിച്ചു കാണിക്കാൻ ഞാൻ എക്സിബിഷൻ നടത്താല്ല പ്ലീസ്. ഒരാൾ സഹോദരി ഒരാൾ കൂടെ ഒരാൾ വരാം അല്ല അത് ഹിന്ദി മറുകാണെങ്കിൽ പെട്ടെന്ന് അറിയാം. അത് മലയാളം മറുക ഹിന്ദി മറയാണ് പണ്ട് ദില്ലി പോയിട്ടുണ്ട് അപ്പൊ ഹിന്ദി മറുക അത് ചേച്ചി വന്നാൽ കറക്റ്റ് നടക്കും. ചേച്ചി വായിച്ചു ആ, അത് മലയാളി ചേച്ചി വായിച്ചു മറു നീ കാണിച്ചു കൊടുത്തില്ല കൊണ്ടു ഇപ്പോൾ മനപ്പൂർവ്വം പറഞ്ഞ ആൾക്കാർ വഴക്കുറാണ് ചേച്ചി വായിച്ചു ഒരു കുടുംബം ഒന്ന് ചേർന്നാണ് ഒരു മറുക് നോക്കണം. ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നാം മറുകുന്നു അവിടെ ചെല്ലും ചേച്ചി ഇത് കൺഫേം ആയിട്ട് കണ്ടുപിടിക്കും ചേച്ചി വരും കണ്ടു ഞാൻ ആലോലമാം നിൻ ഹൃദയം കേട്ടു ഞാൻ മൊഴികളീ വാചാലമാം നിൻ നൊമ്പരം ഗോപുരപ്പൊൻകോടി അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധന ഒന്നല്ല 3 മറുക കണ്ടു. ഒരു കാര്യം ചെയ്യണമെന്നില്ലേ അങ്ങനെ തന്നെ നിന്നു അന്തം വിട്ട് നിന്നു അയ്യോ ഒരാൾ കൂടെ ചാൻസ് ഉണ്ട് വാ ഞാൻ വരണോ? ഇനി കുട്ടിയും കൂടെ ഉള്ളു ബാക്കി ഓ ഇവർക്കൊക്കെ പറ്റിയ പോലത്തെ മിസ്റ്റേക്ക് ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ. പറ്റരുത്. ഇതൊക്കെ ഞാൻ ബെസ്റ്റ് ആണ്. വാ അനപ്പൂർവ്വം പറയും കേട്ടാ എന്റെ ഭാര്യയിലെന്ന് പറയും ഒരു മറുകാണ് ജസ്റ്റ് കണ്ടുപിടിച്ച മാർക്കൊക്കെ നോക്കാൻ ഞാൻ ബെസ്റ്റ് ആണ്. വാ. ബോംബെ ആളെ ഇറക്കിയിട്ടും കാര്യമില്ല കേട്ടാ ബോംബെക്കാര് തളർന്നു പോയി കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമഴയ പൊന്നോമനക്കിന്ന കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്ന മറു കണ്ട ഇതുപോലെ ഒരെണ്ണാണോ എന്റെ വീട്ടിലിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടാ ഈ വന്ന് കയറി എല്ലാ പെൺകുട്ടികളും സംസാര ശേഷി വരെ പോയി ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റൂല പറ്റില്ല ഞാൻ പറയാം ഇവളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകും ഞാൻ വരില്ല. ഞാൻ വരില്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞു അവളെ തലയോട്ട് കളയി വന്നു ഒരു അയ്യോ ഡേയ്, ഇതാര്? ഇതാരുടേത്? ഇതാരുടേത്? എടിയല്ല എടാ. ഇത് ആണായിരുന്ന നിങ്ങൾ അറിഞ്ഞ ഇത് ആണാണ് അത് ഞങ്ങള് നേരത്തെ അറിഞ്ഞതാ. അത് വേണ്ട മനസ്സിലായി ഇതാണാണെന്ന് എനക്ക് വാ ഒരു വാക്ക് നിനക്ക് പറഞ്ഞു ആണായിരുന്നെന്ന് ഇത്രയും പെൺകുട്ടികളുടെ തെറ്റിച്ചാടാ നീ നിങ്ങൾ സമ്മതിക്കട്ടെ പറയാൻ. മനുഷ്യൻ നാണങ്ങളായിട്ട് ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതെന്റെ ഭാര്യയല്ല അല്ല പക്ഷേ എന്റെ ഭാര്യയുടെ അതേ ഷേപ്പില്ല ഇയാൾക്ക് ശരിയാണ് അതേ ഷേപ്പില്ലേ ശരിയാണ്. അതെങ്ങനെ വന്നു അതാണ് എനിക്ക് അറിയേണ്ടത് അതൊരു ഐഡിയ ഉണ്ടെണ്ണ. ഇതാണ് ഈ കഥയിലെ മെയിൻ ട്വിസ്റ്റ്. എന്തോന്ന് നിങ്ങൾ നിങ്ങളെ ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ അച്ഛനെ കണ്ടുപിടിക്കണം. അതെന്തിന് അയാൾ ഇതുപോലെ എവിടെയൊക്കെയോ സൗജന്യ യാത്ര പോയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പം ഇത് നിങ്ങൾ അളിയനായിട്ട് വരും. അളിയനാ അളിയ എന്തായാലും നമുക്ക് ആ കേസ് അന്വേഷിക്കാം കേട്ടാ. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഇവരെ കാര്യം നമ്മൾ എന്ത് ചെയ്യും? പെങ്ങന്മാരെ അയ്യോ വേണ്ട. Hehehehe